ഈ കമ്പനി നേരത്തെ തന്നെ പറയുന്നത് ഡിസംബർ 15-നോടകം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു തുടങ്ങും, അല്ലെങ്കിൽ പൂർണ്ണമായും പരിഹരിക്കാനാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുന്നോടിയായിട്ട് തന്നെ DGCAക്ക് മറുപടി നൽകണം, ഷോക്കോസ് നോട്ടീസിന് മറുപടി നൽകണമെന്നായിരുന്നു കൊടുത്തിരുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ മറുപടിയിലാണ് പല ഘടകങ്ങൾ കാരണമാണ് ഇത്തരത്തിൽ കൂട്ട റദ്ദാക്കൽ വേണ്ടി വന്നതെന്ന് ഇൻഡിഗോ വ്യക്തമാക്കുന്നു. അതിൽ ഈ പൈലറ്റുമാരുടെ വിശ്രമം, അവരുടെ ഡ്യൂട്ടി പരിഷ്കാരം, ഒപ്പം തന്നെ ചില വിമാനങ്ങൾക്കുണ്ടായ സാങ്കേതിക പ്രശ്നം, ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഈ വിമാനങ്ങൾ കൂട്ടമായി റദ്ദാക്കേണ്ടി വന്നത് എന്നാണ് ഇൻഡിഗോ വിശദീകരിക്കുന്നത്. കൂടാതെ തന്നെ ഈ നേരത്തെ ഇവർ പറഞ്ഞതുപോലെ, അതായത് ഈ ആളുകൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടായതിൽ അവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ ഒരു മൂല കാരണം എന്താണെന്ന് ഇതുവരെയ്ക്കും വ്യക്തമാക്കിയിട്ടില്ല. ഇതുവരെയ്ക്കും കഴിഞ്ഞ ഒരാഴ്ച 7 ദിവസമായിട്ട് ഏതാണ്ട് 2000-ലധികം വിമാന സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ 2000-ലധികം സർവീസുകൾ റദ്ദാക്കുമ്പോൾ വലിയ ഓപ്പറേഷനാണ് തങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ലജീഷ്, എപ്പോൾ അവർ പറക്കും പൂർണ്ണതോതിലെന്ന് പറയുന്നുണ്ടോ ഈ മറുപടിയിൽ എവിടെയെങ്കിലും? അങ്ങനെ പറയുന്നില്ല. അതായത് ഇതിന്റെ ഒരു കാരണം എന്താണ് സംഭവിച്ചത് എന്നതിനുള്ള ഒരു കാരണം മാത്രമാണ് നിലവിൽ ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. നിലവിൽ ഇന്ന് വൈകിട്ട് അവർ ഏറ്റവും ഒടുവിലായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഏതാണ്ട് 1800-ഓളം വിമാന സർവീസുകൾ പുനരാരംഭിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യ ഒട്ടാകെ ഏതാണ്ട് 138 വിമാനത്താവളങ്ങളിൽ 2300 വിമാന സർവീസുകളാണ് പ്രതിദിനം ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ 1800-ഓളം വിമാന സർവീസുകൾ പുനരാരംഭിച്ചതായിട്ടാണ് ഇൻഡിഗോ ഇന്ന് വൈകിട്ട് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. നിലവിൽ അവർ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഈ വിമാനങ്ങൾ കൂട്ടമായി റദ്ദാക്കാനുണ്ടായ അതിന്റെ കാരണമാണ് ഇപ്പോൾ മറുപടിയായിട്ട് നൽകിയിരിക്കുന്നത്. അതിന്റെ മൂല കാരണം യഥാർത്ഥത്തിൽ എന്താണ് ഒരു റൂട്ട് കോസ് എന്നുള്ളതിന്റെ മറുപടി നൽകാൻ കുറച്ച് സാവകാശം കൂടി അവർ തേടിയിട്ടുണ്ട്.